4 ദിവസം മുമ്പ് കേരളത്തിൽ എല്ലാ മാധ്യമങ്ങളിലും ഒരു വാർത്ത വന്നിരുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതി വെള്ളിയാഴ്ചയാണ് ആ വാർത്ത വന്നത്. ആ വാർത്തയിൽ പറഞ്ഞത് ഇന്നലെ അതായത് ഫെബ്രുവരി 6-ാം തീയതി 103 കോടി രൂപ സംസ്ഥാന സർക്കാർ KSRTCക്ക് നൽകിയെന്നാണ്. കഴിഞ്ഞ 2024-25 ബഡ്ജറ്റിൽ 900 കോടി രൂപയാണ് KSRTCക്ക് വേണ്ടി നീക്കിവെച്ചിരുന്നത്. 2024 ഏപ്രിൽ 1 മുതൽ ഈ ഫെബ്രുവരി 2025 6-ാം തീയതി വരെയുള്ള 10 മാസ കാലയളവിനുള്ളിൽ ആ 900 കോടി രൂപയ്ക്ക് പുറമെ അധികമായി 579.42 കോടി രൂപ കൂടി സംസ്ഥാന ഗവൺമെന്റ് KSRTCക്ക് നൽകി എന്നാണ് ആ വാർത്തയിലുള്ളത്. ആ വാർത്ത വളരെ ചെറിയ വാർത്തയായിട്ടാണ് എല്ലാ മാധ്യമങ്ങളും കൊടുത്തത് കൊണ്ട് തന്നെ പല ആളുകളും അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ പൊതുഗതാഗത മേഖലയിൽ സേവനം ചെയ്യുന്ന KSRTCയെയും സ്വകാര്യ ബസ്സുകളെയും താരതമ്യം ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. 1479 കോടി 42 ലക്ഷം രൂപ 3500 താഴെ KSRTC ബസ്സുകൾക്ക് വേണ്ടിയാണ് 10 മാസത്തേക്ക് സംസ്ഥാന സർക്കാർ നൽകിയത്. അതായത് ഒരു KSRTC ബസ് സർവീസ് നടത്തുന്ന വകയിൽ സംസ്ഥാന സർക്കാരിന് 42,26,900 രൂപയാണ് നഷ്ടം വരുന്നത്. അത് ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞാൽ ഒരു KSRTC ബസ് ഒരു ദിവസം സർവീസ് നടത്തുന്ന വകയിൽ സർക്കാർ ഖജനാവിന് 14,089 രൂപ 14,000-ലധികം രൂപ ഒരു ദിവസത്തേക്ക് KSRTC സർവീസ് നടത്തുന്ന വകയിൽ സംസ്ഥാന സർക്കാരിന് നഷ്ടം വരികയാണ്. അത് മാത്രമല്ല ഈ KSRTC ഇപ്പൊ അപകടത്തിൽപ്പെടുന്ന KSRTCകളൊക്കെ നമ്മൾ പരിവാഹൻ സൈറ്റിൽ പരിശോധിക്കുമ്പോൾ ഒരൊറ്റ ബസ്സിന് ഇൻഷുറൻസ് ഇല്ല, അതുപോലെ തന്നെ CF ഇല്ല, ബ്രേക്ക് എടുക്കണില്ല, അതുപോലെ തന്നെ മറ്റ് ബസ്സുകളൊന്നും നൽകുന്ന സൗകര്യങ്ങൾ നൽകുന്നില്ല. അത് മാത്രമല്ല KSRTCന്റെ ടിക്കറ്റ് നിരക്ക് എങ്ങനെ? KSRTCയിൽ അധിക ബസ്സുകളും ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, എക്സ്പ്രസ്, സ്വിഫ്റ്റ് പോലുള്ള ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്ന KSRTC ആണ്. അതേസമയം സ്വകാര്യ ബസ്സുകൾ എങ്ങനെ സർവീസ് നടത്തുന്നത്? റോഡ് നികുതി മാത്രം ഒരു വർഷത്തിൽ ഒരു സ്വകാര്യ ബസ് 1.25 ലക്ഷം രൂപ നൽകുന്നത്. മറ്റ് നികുതികളും ഫീസുകളും വിൽപ്പന നികുതിയൊക്കെ വേറെ, അതൊക്കെ ലക്ഷക്കണക്കിന് രൂപ ഓരോ സ്വകാര്യ ബസ്സിൽ നിന്നും സർക്കാർ ഖജനാവിലേക്ക് എത്തുകയാണ്. അതേസമയം KSRTCയോ ഈ സർക്കാർ ഖജനാവിലേക്ക് ഒന്നും നൽകുന്നില്ല എന്ന് മാത്രമല്ല 1500 കോടിയിലധികം രൂപ ഓരോ വർഷം ഈ 3500 KSRTCക്ക് വേണ്ടി നൽകുക. അങ്ങനെ സർവീസ് നടത്തുന്ന KSRTC ബസ്സിന് വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങളായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ മുൻകൂറായി സർക്കാരിന് നൽകുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ വിവിധ കാറ്റഗറിയിലാക്കി, അതായത് ബസ് ഉടമകളെ വിവിധ തട്ടുകളിലാക്കി വിഭാഗീയത ഉണ്ടാക്കി ദീർഘദൂര ബസ്സുകൾ, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ എന്നീ വിവിധ തട്ടുകളിലാക്കി എത്രയോ വർഷങ്ങളായി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ KSRTCക്ക് വേണ്ടിയിട്ട് പിടിച്ചെടുക്കുക. അപ്പൊ ഇത് രണ്ടും നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഈ ഇത്രയധികം നഷ്ടം വരുന്ന KSRTCക്ക് വേണ്ടിയാണ് സർക്കാരിന് ഒരു മുതൽ മുടക്കില്ലാതെ 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക, യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുക എന്നീ നിലക്ക് സേവനം ചെയ്യുന്ന സ്വകാര്യ ബസ്സുകളെ പെർമിറ്റുകൾ പിടിച്ചെടുത്ത് KSRTCക്ക് വേണ്ടി നൽകുന്നത്. ഏതായാലും KSRTCയുടെ ഈ കിരാത നടപടിക്കെതിരായി ബസ് ഉടമകളുടെ ആധികാരിക സംഘടനയായ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന് പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പ്രക്ഷോഭ സമരങ്ങളുടെ ആദ്യഘട്ടം എന്ന നിലയിൽ അടുത്ത 20-ാം തീയതി ഫെബ്രുവരി 20-ാം തീയതി തൃശ്ശൂരിൽ വെച്ചും, അതുപോലെ തന്നെ ഫെബ്രുവരി 25-ാം തീയതി കോഴിക്കോട് വെച്ചും, ഫെബ്രുവരി 27-ാം തീയതി കോട്ടയത്ത് വെച്ചും ആ ഭാഗങ്ങളിലുള്ള ആ മേഖലകളിലുള്ള എല്ലാ ബസ് ഉടമകളെയും തൊഴിലാളികളെയും അണിനിരത്തിക്കൊണ്ട് ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധ സംഗമത്തിന് ശേഷം സെക്രട്ടേറിയറ്റ് മാർച്ച്, മറ്റ് സമരമാർഗങ്ങളൊക്കെ ഫെഡറേഷൻ രൂപം നൽകിയിട്ടുണ്ട്. ഏതായാലും നമ്മുടെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട, അതായത് നമ്മുടെ റോഡ് നികുതിയായും വിൽപ്പന നികുതിയായും എന്തിനധികം പറയുന്നത് നമ്മുടെ ഒരു എന്താവശ്യങ്ങൾക്ക് വാങ്ങുന്ന ഒരു സോപ്പ് മുതൽ എല്ലാ സാധനങ്ങൾക്കും നാം നൽകുന്ന നികുതി പണം എടുത്തിട്ട് ഈ KSRTCയെ തീറ്റിപ്പോറ്റാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളുകളിലെ ഈ KSRTC കാരണം
കേരളത്തിൽ വലിയ ഒരു കടക്കണിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ സ്വകാര്യ മേഖലയും ഈ KSRTCയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി എല്ലാ പൊതുജനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഞങ്ങൾ 20-ാം തീയതി 25-ാം തീയതിയും 27-ാം തീയതി നടത്തുന്ന ഞങ്ങളുടെ പ്രതിഷേധ സംഗമത്തിന് എല്ലാവിധ പിന്തുണയും പങ്കാളിത്തവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.